ഒടുവിലൊടുക്കം 7-ാം അധ്യായത്തിലെ മറ്റൊരു വെൺപ. നാവില്ലാ മണി ആട്ടിയാലും ഉയരാ ശബ്ദം, തഥാ ബോധമാറ്റാവും തീവ്രാനുസംഗമേതിലും അസംഗത്വം ഫലം. മറ്റുപേർ മെയ്യുന്നില്ലിതുപോലെ ഒട്ടും അവരും വാചോരസത്തുക്കളെ ഒക്കെ വിട്ടൊക്കെ കളയുന്നറിഞ്ഞറിവാൽ വിട്ടിയിടുമാ ബോധവും. നാവില്ലാമണി ആട്ടിയാൽ ഉയരാ ശബ്ദം, അതായത് ഒരു അമ്പലമണി. ഈ അമ്പലമണിക്ക് നാക്കില്ല എന്ന് സങ്കല്പിക്കുക. നാക്കില്ലാത്തൊരു മണി ഒരുപാട് നേരം ആട്ടിയാലും അത് ശബ്ദം പുറപ്പെടുവിക്കില്ല. അപ്പോൾ ഈ അമ്പലമണിയുടെ നാവാണ് ആ മണിയിൽ മുട്ടി ശബ്ദമുണ്ടാക്കി അവിടെയാകെ ഓങ്കാരധ്വനി പ്രകടിപ്പിക്കുന്നത്. അപ്പോൾ നാവില്ലാത്ത ഒരു മണി ഒരിക്കലും ഒരു ശബ്ദവും പുറപ്പെടുവിക്കില്ല. അപ്പോൾ അമ്പലമണി സത്യത്തിൽ ഓങ്കാരനാദമാണ് പുറപ്പെടുവിക്കുന്നത്. ഇവിടെ അതല്ല ഉദ്ദേശിക്കുന്നത്. ഒരു നാവില്ലാ മണി ആട്ടിയാൽ പോലും ശബ്ദം കേൾക്കില്ല, അത്രയ്ക്കത് നിശബ്ദമാണ്. അതേപോലെയാണ് ഒരു ജ്ഞാനിയായ വ്യക്തി സംസാരത്തിൽ ജീവിക്കുന്നത്. യാതൊരു ശബ്ദവും പുറപ്പെടുവിക്കാതെ നിശബ്ദമായി മൗനിയായി എല്ലാത്തിനും സാക്ഷിയായി ആ ആത്മജ്ഞാനി പ്രശോഭിക്കുന്നു. ജീവബോധമറ്റ് നിത്യ മൗനിയായി, നിത്യസന്തുഷ്ടനായി, നിത്യാനന്ദ നിർവൃതിയിൽ ലയിച്ചവനായി ആ സാധകൻ ജീവിതത്തിൽ മരുവുന്നു. അയാൾക്ക് യാതൊരു ദുഃഖവുമില്ല. അയാൾക്ക് അതേപോലെ മറ്റൊരു ലൗകിക സന്തോഷവും അയാൾ അനുഭവിക്കുന്നില്ല. അയാൾ നിസ്സംഗനായി ഒരു സാക്ഷിയെപ്പോലെ, നാവില്ലാമണി പോലെ നിശബ്ദനായി മൗനിയായി കഴിയുന്നു. എന്നാൽ ഈ നാവുള്ള മണിയാകട്ടെ എപ്പോഴും ശബ്ദം കൂട്ടിക്കൊണ്ടേയിരിക്കും, ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. ഏതുപോലെ ബോധമറ്റാവും തീവ്രന് സംഗമതിലും അസംഗത്വം ബലം. അപ്പോൾ ബോധം ഉള്ളവൻ, അതായത് ജീവബോധ പറ്റിൽ നിറഞ്ഞിരിക്കുന്നവൻ ഈ മണിയിലെ നാവ് പോലെയാണ്. ഒരു കാറ്റടിക്കുമ്പോൾ ആ നാവാകുന്ന മണി ആ മണിയിൽ മുട്ടി ശബ്ദമുണ്ടാക്കും. ജീവബോധ പറ്റിൽ പറ്റിയിരിക്കുന്ന ലൗകിക സുഖാനുഭവികൾ എപ്പോഴും ഈ നാവുള്ള മണിയെപ്പോലെ ചഞ്ചലചിത്തരായി ശബ്ദമുഖരിതരമായി സംഘർഷഭരിതമായ ഒരു ജീവിതത്തിലേക്ക് മുങ്ങുന്നു. എന്നാൽ നാവില്ലാത്ത മണിയാകട്ടെ, ജീവബോധ പറ്റില്ലാത്ത ആ ആത്മജ്ഞാനിയാകട്ടെ നിശബ്ദനായി സർവസാക്ഷിയായി ആനന്ദഭരിതനായി എപ്പോഴും കഴിയുന്നു. അതേപോലെ നോക്കൂ, അസത്തുക്കളെ ഒക്കെ വിട്ട് ഒക്കെ അളന്ന് അറിഞ്ഞ് ഒരറിവാൽ വിട്ടിയിടും ആ ബോധവും. അപ്പോൾ ജീവബോധപ്പറ്റുള്ളവർ എപ്പോഴും അസന്തുഷ്ടരായി ശബ്ദായമാനമായി ബഹളായമാനമായി ജീവിതത്തിൽ മുങ്ങി അസ്വസ്ഥരായി ജീവിക്കുന്നു. നോക്കൂ, നാക്കില്ലാത്ത മണി ആട്ടിയാൽ വൃത്തി സംഭവിക്കുന്നുവെങ്കിലും ശബ്ദം കേൾക്കുന്നേയില്ല. ഇത് മുക്തൻ്റെ നിലയാണ്. ശരീരാദി ജഗത്തിൻ്റെ ആധാര അധിഷ്ഠാന ദൃഷ്ടാവും താൻ തന്നെയെന്ന് അപരോക്ഷമായി അറിഞ്ഞവർക്ക് ഈ ജഗത്ത് തോന്നിയാലും തോന്നാതിരിക്കും. ഈ ജഗത്തിലാണ് അവർ ജീവിക്കുന്നത്. ആത്മജ്ഞാനികൾ ജീവബോധപ്പറ്റ് പൂർണ്ണമായും നശിച്ചവർ
ഈ ജഗത്തിൽ തന്നെയാണ് ജീവിക്കുന്നത്. എന്നാലും ഈ ജഗത്ത് തോന്നിയാലും അവർക്ക് തോന്നാതിരിക്കും. ആ ജഗത്ത് അവരെ സ്പർശിക്കുന്നേയില്ല. ജ്ഞാനി ശരീരാദി ജഗത്തിനെ കാണുമ്പോൾ തന്നെ സത്ത് ചിത്ത് ആനന്ദത്തെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ ജ്ഞാനി എപ്പോഴും ഈ പ്രപഞ്ചത്തിൽ സച്ചിത്ത് ആനന്ദമായി വിലസുന്നു. എത്രയോ വലുതായ സൂര്യൻ ദീപ്തിമത്തായി പ്രകാശിക്കുന്നെങ്കിലും രണ്ട് കണ്ണും പൊത്തിയാൽ പിന്നെ ആ പ്രകാശത്തെ കാണാൻ പറ്റുമോ? അങ്ങനെയുള്ളവരാണ് ജീവബോധപ്പറ്റിൽ അകപ്പെട്ട് ദുരിതത്തിൽ കഴിയുന്നത്. ആത്മസ്വരൂപത്തെ മാത്രം ലാക്കാക്കി ജീവൻ എന്ന നാക്കില്ലാത്ത മണിയാട്ടിയാൽ ശബ്ദമില്ലാത്തതുപോലെയാണ് ജ്ഞാനിയുടെ നില. ആത്മാവിൻ്റെ മറയായ ജഡമുണ്ടെങ്കിൽ മാത്രമേ ജീവൻ ചേഷ്ടിക്കുകയുള്ളൂ. അപ്പോൾ ആത്മാവിൽ ജഡം വന്ന് പെടുമ്പോഴാണ് ഈ നാവായ ജീവൻ പ്രകമ്പനം സൃഷ്ടിച്ച് ശബ്ദമുഖരിതരമാകുകയുള്ളൂ. അതായത് ചുരുക്കി പറഞ്ഞാൽ ആത്മാവ് ജീവാകാരത്തെ കൈക്കൊണ്ടത് നാവുള്ള മണി. അപ്പോൾ ആത്മാവ് ജീവനോട് ചേരുമ്പോൾ അത് നാവുള്ള മണിയായി ശബ്ദമുഖരിതമായി തീരും. എന്നാൽ ആത്മാവ് ആത്മാകാരത്തെ കണ്ട് പരിലസിക്കുന്ന സാക്ഷിഭാവത്തിൽ പരിലസിക്കുന്നത് നാവില്ലാത്ത മണി. അപ്പോൾ ആത്മാവ് ആത്മാവിൽ ലയിച്ചിരിക്കുന്ന അവസ്ഥയിൽ, താനായിരിക്കുന്ന അവസ്ഥയിൽ, ജീവബോധപ്പറ്റ് പൂർണ്ണമായും മാറുന്ന അവസ്ഥയിൽ അത് നാവില്ലാത്ത മണിയാണ്. ഒരിക്കലും ആ മണി ശബ്ദമുണ്ടാക്കുന്നില്ല. അത് അചഞ്ചലമായി സ്ഥിരമായി ശാന്തമായി നിൽക്കുന്നു. ശാന്തി ശാന്തി ശാന്തിയാണ് ആ ആത്മാരാമൻ്റെ അവസ്ഥ. അപ്പോൾ നാമരൂപങ്ങൾ മുഴുവൻ വിവേകമാകുന്ന മരക്കോല് കൊണ്ട് അളന്ന് എറിയണമെന്നാണ് ഇവിടെ പറയുന്നത്. നാമരൂപങ്ങൾ മുഴുവനും വിവേകമാകുന്ന മരക്കോല് കൊണ്ട്, അതല്ല ഇടങ്ങഴി കൊണ്ട് അളന്ന് കളയണം. അപ്പോൾ ഇവിടെ വിവേകമാകുന്ന ആ അളവ് പാത്രം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത്? നാമരൂപങ്ങളെ മുഴുവനും ഒഴിച്ചു മാറ്റണം. അതായത് ജീവബോധപ്പറ്റിനെ വിവേകം കൊണ്ട് നമുക്കില്ലാതാക്കാൻ കഴിയും. അപ്പോൾ വിവേകിയായ ഒരു മനുഷ്യൻ ജീവബോധപ്പറ്റിനെ അളന്നു ദൂരെ എറിയും. പിന്നെ ആ ജീവബോധപ്പറ്റ് അയാളെ ബാധിക്കുകയില്ല. അതിന് അയാളെ സഹായിക്കുന്ന ആ അളവ് പാത്രമാണ് വിവേകം. അപ്പോൾ വിവേകമാകുന്ന അളവ് പാത്രം കൊണ്ട് ജീവബോധപ്പറ്റിനെ മാറ്റുക. അതോടെ അയാൾ നാവില്ലാത്ത മണിയായിത്തീരും. അപ്പോൾ കണ്ണുടയ വള്ളലാർ നമ്മളോട് പറയുന്നത്, അല്ലയോ സാധക, നീ നാവില്ലാത്ത മണിയായി ശബ്ദരഹിതമായി നിത്യമൗനിയായി നിത്യസന്തുഷ്ടനായി നിത്യ ആനന്ദതുന്തുലിനായി നീ ജീവിക്കുക. ജീവബോധത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ആ ജീവബോധപ്പറ്റ് നിന്നെ ഒരിക്കലും ബാധിക്കരുത്. അതായത് വിവേകം കൊണ്ട് നീ നാമരൂപങ്ങളെ അളന്നു ദൂരെ എറിയുക, നാമരൂപങ്ങളെ തള്ളിക്കളയുക. അങ്ങനെ നാമരൂപങ്ങൾ അറ്റുപോയാൽ ജീവബോധപ്പറ്ററ്റുപോകും. അതോടെ അയാൾ നാവില്ലാത്ത മണിയായി പരമാനന്ദ നിർവൃതിയിൽ ആത്മാരാമനായി ഈ ശിവനായി കഴിയും. അങ്ങനെ ശിവസ്വരൂപനായി നീ മാറുക. ഇത് തന്നെയാണ് നിത്യാനന്ദ ഭഗവാൻ ഒരു പ്രഭാഷണത്തിൽ പറയുന്നത്. ആദിയിൽ ശിവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവനാൽ സ്ഥാപിക്കപ്പെട്ട ആ ഏക ദൈവം മാത്രമാണ് അന്നുണ്ടായത്. അത് അദ്വിതീയമാണ്. എല്ലാ വ്യത്യാസങ്ങളും ബാഹ്യപ്രകൃതിയിൽ മാത്രം. സൂക്ഷ്മവസ്തുവിങ്കൽ ഗുണദോഷഭേദങ്ങളില്ല. അവിടെ നിത്യാനന്ദമായ ശിവം മാത്രം. ഇതാണ്
നിത്യാനന്ദ ഭഗവാൻ അരുളി ചെയ്യുന്ന ആ അരുൾമൊഴി, അത് കണ്ണുടയ വള്ളലാർ പറഞ്ഞ ഈ നാവില്ലാ മണിയുടെ നിതാന്തമായ മൗനമാണ്. ഇതാണ് നിത്യാനന്ദം. ആദിയിൽ സാക്ഷി സ്വരൂപനായ പരമാത്മാവായ ശിവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതത്രേ ആത്മരതി, ആനന്ദമതം. ആനന്ദം മാത്രമാണ് എല്ലാ ജീവജാലങ്ങളും ആഗ്രഹിക്കുന്നത്. കാരണം സച്ചിദാനന്ദ ശക്തിയിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നതും ആനന്ദം കൊണ്ട് തന്നെ എല്ലാം ജീവിക്കുന്നതും. ആനന്ദശക്തിയിൽ തന്നെയാണ് എല്ലാം ലയിക്കുന്നതും. ഈ സംഗതിയിൽ എല്ലാ മതങ്ങളും ഒരുപോലെ തന്നെയാണ്, യാതൊരു വ്യത്യാസവുമില്ല. സകല പ്രാണികളും വൃക്ഷലതാദികളും കൂടി ആനന്ദത്തെ തന്നെ തേടുന്നു. ബാഹ്യമായ നമ്മുടെ ആഹാരങ്ങളിലും ലൗകിക വൃത്തികളിലുമാണ് വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത്. സൂക്ഷ്മമായി ചിന്തിച്ചാൽ നിത്യവും ശുദ്ധവുമായ ആത്മചൈതന്യമാണ് എല്ലാറ്റിൻ്റെയും ഉണ്മ. സത്ത് ആയത് സച്ചിദാനന്ദ സ്വരൂപമാണ്, നിത്യാനന്ദം മാത്രമാണ്. ആദിയിലുള്ളതും എന്നെന്നും നിലനിൽക്കുന്നതും ആ ഏകവും അദ്വിതീയവുമായ ആനന്ദം മാത്രമാണ്. ആ ആത്മമതമാണ് യഥാർത്ഥ ധർമ്മം. അതുകൊണ്ടാണ് വാഗ്ഭടാചാര്യൻ പറയുന്നൊരു ഭാഗമുണ്ട്. നമുക്ക് അതിൻ്റെ അർത്ഥം മാത്രം നോക്കാം. സുഖത്തിന് വേണ്ടിയാണ് ഏത് ജീവിയുടെയും ഏത് പ്രവൃത്തിയും. സുഖമാകട്ടെ നമ്മെ വിട്ട് നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ധർമ്മത്തിൽ ഊന്നി നിൽക്കുക. അതായത് സുഖത്തിന് വേണ്ടിയാണ് ഏത് ജീവിയുടെയും ഏത് പ്രവൃത്തിയും. ആ സുഖമാകട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അതിനെ നാം ധർമ്മമാർഗത്തിലൂടെ തിരിച്ചു കൊണ്ടുവരണം. ധർമ്മത്തിൽ ഊന്നി നിന്നാൽ നമുക്ക് ആ സുഖത്തിൽ എത്തിച്ചേരാൻ കഴിയുമെന്നാണ് വാഗ്ഭടാചാര്യൻ പറയുന്നത്. അതുപോലെ ആത്മോപദേശ ശതകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ഇത് തന്നെ പറയുന്നുണ്ട്. നമുക്ക് ആ അർത്ഥതലം മാത്രം നോക്കാം. സകലരും സദാ പ്രവർത്തിക്കുന്നത് അവനവനിലുള്ള ആത്മാവിൽ നിന്നും സുഖമനുഭവിക്കുന്നതിനാണ്. ലോകത്തിലെ ഏകമതം ഇതാണ്. ഇത് നല്ലവണ്ണം അറിഞ്ഞ് പാപസങ്കല്പങ്ങൾക്ക് വഴിപ്പെടാതെ മനോനിയന്ത്രണം വഴി ജീവിതത്തെ ധന്യമാക്കുക. സകലരും ആനന്ദം തന്നെയാണ് കൊതിക്കുന്നത്, ആരും ദുഃഖം കൊതിക്കുന്നില്ല. ആനന്ദലബ്ധിക്കായുള്ള ബുദ്ധിയുടെ ഏകാഗ്രപ്പെടലാണ് ഭക്തിയായും അതേപോലെ ജ്ഞാനമായും വിവരിക്കപ്പെടുന്നത്. ഇത് തന്നെയാണ് എല്ലാ ആചാര്യന്മാരും പറയുന്നത്. വിവേകാനന്ദ സ്വാമികൾ പറയുന്നത് കൊണ്ട് നമുക്ക് നോക്കാം. ആത്മസ്വരൂപം ആനന്ദമാണ്, അവ്യയ ശാന്തിയാണ്. അത് നാം നേടേണ്ടതില്ല, നമുക്കുണ്ട്. അഴുക്ക് കഴുകിക്കളഞ്ഞ് അത് കണ്ടുകൊള്ളുക, ആത്മാവിൻ്റെ നിലയുറപ്പിക്കുക. സത്യവും നിക്ഷേപവുമായ സുഖം ഒന്നിനെയും ആശ്രയിക്കാതെ നമ്മുടെ ഉള്ളിൽ തന്നെ കുടികൊള്ളുന്നു. അത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം, അത് ആനന്ദം. ഈ ആത്മസുഖത്തെയാണ് ലോകം എന്നും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആത്മസുഖത്തിന് വേണ്ടിയാണ് ലോകം എന്നും കൊതിക്കുന്നത്. അതുകൊണ്ട് അല്ലയോ സാധക, നീ നാവില്ലാത്ത മണിയായി തീരുക. ഇതാണ് കണ്ണുടയ വള്ളലാർ നമ്മളോട് പറയുന്നത്. നാക്കില്ലാത്ത മണി ആട്ടിയാൽ ഒരിക്കലും വൃത്തി സംഭവിക്കുന്നുവെങ്കിലും ശബ്ദം കേൾക്കില്ല. ഇതാണ് മുക്തൻ്റെ നില. ഇതാണ് ജീവബോധപ്പറ്റുമാറിയ ഒരു ആത്മാരാമൻ്റെ നില. അവർക്ക് ഈ ജഗത്തിൽ അവർ ഈ ജഗത്തിലാണ് ജീവിക്കുന്നത്. എന്നാലും ഈ ജഗത്ത് തോന്നിയാലും അവർക്ക് ആ ജഗത്ത് തോന്നുകയേയില്ല. അപ്പോൾ ചേമ്പിലയിലെ വെള്ളത്തുള്ളി പോലെ അവർ ജഗത്തിലാണ് ജീവിക്കുന്നത്. പക്ഷേ ഈ ജഗത്തിലെ ജീവബോധപ്പറ്റ് അവരെ ഒരിക്കലും പറ്റിപ്പിടിക്കുന്നില്ല. അവർ അതിൽ നിന്നെല്ലാം നിർമുക്തമാണ്, നിർമ്മലമാണ്,
പരിശുദ്ധമാണ്. ഏതുപോലെ? നാവില്ലാമണി പോലെ നിശബ്ദമാണ്. അപ്പോൾ ഇവിടെ മൗനത്തിൻ്റെ മഹാസമാധിയിലേക്കാണ് കണ്ണുടയ വള്ളലാർ വിരൽ ചൂണ്ടുന്നത്. അല്ലയോ സാധക, നീ മൗനത്തിൻ്റെ മഹാസമാധിയിൽ മുഴുകി നാവില്ലാമണിയായി ശോഭിക്കുക. ഓം ശിവായ നമഃ.